ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വെജ് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇറച്ചി കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റിൽ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിക്കും. അതുപോലെ അടിപൊളി ടേസ്റ്റും ഉണ്ടാക്കാൻ ഈസിയുമാണ് ഈ കട്ട്ലേറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനു മുമ്പായി എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യണേ. ഇതാണ് ഇടിച്ചക്ക ഓർ ഇടിയൻചക്ക. ചക്കയുടെ മൂക്കാത്ത ചക്ക, അതായത് ടെൻഡർ ജാക്ക് ഫ്രൂട്ടാണ് ഇടിച്ചക്ക. ഇടിച്ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇടിച്ചക്ക കട്ട് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പ് മിസ്സായി, അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതിനായി ആദ്യം ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ എടുക്കുക. അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല. പിന്നീട് ഒരു ടിഷ്യൂ പേപ്പറോ എടുത്ത് ഓയിലിൽ മുക്കി ഇടിച്ചക്ക കട്ട് ചെയ്യുന്ന നൈഫും അതുപോലെ നമ്മുടെ കയ്യിലും ഓയിൽ പുരട്ടുക. നെക്സ്റ്റ് ഇടിച്ചക്ക രണ്ടായി കട്ട് ചെയ്യുക. പിന്നീട് ഇതിലെ പശ ഓയിൽ മുക്കിയ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കുക. നാട്ടിലാണെങ്കിൽ ചകിരിയുടെ പീസ് വെച്ചിട്ടാണ് തുടച്ചെടുക്കുക. ഇവിടെ അതില്ലാത്തത് കൊണ്ട് ഈ ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കാം. പിന്നെ ഇതുപോലെ കട്ട് ചെയ്യുക. ഇതിലെ പശയും റിമൂവ് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്കിന്നും റിമൂവ് ചെയ്ത് ഇതുപോലെ പീസുകളാക്കുക. നെക്സ്റ്റ് ഒരു പ്രഷർ കുക്കർ എടുത്ത് ഈ ഇടിച്ചക്ക പീസുകൾ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിക്കുക. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നെങ്കിൽ പിന്നീട് ഇട്ടാലും മതി കേട്ടോ. അടുത്തതായി കുക്ക് ചെയ്ത ഇടിച്ചക്ക മിക്സിയുടെ പൾസ് ബട്ടൺ ഓണാക്കി ചതച്ചെടുക്കുക. അതാണ് ഈസി മെത്തേഡ് കേട്ടോ. അല്ലെങ്കിൽ ചോപ്പറിൽ ഇട്ടാലും ഇതുപോലെ കിട്ടും. ഇനി ഈ ഇടിച്ചക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പോഷകസമൃദ്ധമായ ഇടിച്ചക്ക, അതായത് ടെൻഡർ ജാക്ക് ഫ്രൂട്ട്, ദഹനത്തിന് സഹായിക്കുന്ന നാരുകൾ, പൊട്ടാസ്യം, വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നിവയാൽ സമ്പുഷ്ടമാണ്. അതുപോലെ ഷുഗറും പ്രഷറും കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ കുറഞ്ഞ കലോറിയും കൂടിയ നാരുകളും ഉള്ളതിനാൽ വെയിറ്റ് നിയന്ത്രിക്കാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും വളരെ നല്ലതാണ്. ഒരു ഇടിച്ചക്കയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ തോരനും ഉണ്ടാക്കി കട്ട്ലേറ്റും ഉണ്ടാക്കി. തോരൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ. അപ്പോൾ ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് 2 സവാള, 7 പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചെടുക്കുക. പിന്നെ ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, ഇതെല്ലാം എടുത്തിരിക്കുന്നത്. പിന്നീട് ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. നെക്സ്റ്റ് ഒരു ക്യാരറ്റും പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ പുഴുങ്ങി വയ്ക്കുക. ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച്, അതായത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് ഈ ഉള്ളിക്കൂട്ടിട്ട് ഫ്രൈ ആക്കുക. അതായത് സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇവയൊക്കെ ചെറുതാക്കി ചോപ്പ് ചെയ്തതല്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ബ്രൗൺ കളർ ആവുമ്പോൾ അതിലേക്ക് എന്നിട്ട് മസാലപ്പൊടി ചേർക്കണം. റെഡ് ചില്ലി പൗഡർ 3/4 ടീസ്പൂണ്, അതായത് ഗ്രീൻ ചില്ലി 7 എടുത്തിരിക്കുന്ന കാരണം കൊണ്ട് ഇത് 3/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഇവയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലക്കൂട്ട് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് സവാള കൂട്ടിലേക്കും ക്യാരറ്റിലേക്കും വേണ്ടിയുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇടിച്ചക്ക വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം ഇത് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് നന്നായി ഇളക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ക്യാരറ്റിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് ഇടിച്ചക്ക ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കുക. പിന്നീട് ഇതെല്ലാതും കൂടിയിട്ട് ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. എല്ലാം നന്നായി ഡ്രൈ ആയി വരുമ്പോൾ പിന്നെ അതിലേക്ക് ബോയിൽ ചെയ്തിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്തുക. ഒരു പൊട്ടാറ്റോ ആണ് ചേർക്കുന്നത്. പൊട്ടാറ്റോ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കുക. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ചൂടാറിയിട്ട് വേണം
നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാം. ചൂടാറി കഴിയുമ്പോൾ കട്ട്ലേറ്റ് ഷേപ്പ് ആക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാട്ടോ. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എഗ്ഗ് വൈറ്റാണ് എടുത്തിരിക്കുന്നത്. എഗ്ഗ് കഴിക്കാത്തവരാണെച്ചെങ്കിൽ മൈദയിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ആക്കിയാലും മതി. പിന്നെ ഈ എഗ്ഗ് വൈറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇത് രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കുക. നെക്സ്റ്റ് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. ബ്രെഡ് ക്രംസ് ഇവിടെ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ, ഹോം മെയ്ഡാണ്. അപ്പോൾ ഇനി ഷേപ്പാക്കിയ ഓരോ കട്ട്ലേറ്റും ആദ്യം എഗ്ഗ് വൈറ്റിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ എല്ലാതും ചെയ്ത് വെക്കുക. ഇടിച്ചക്ക തോരൻ വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിക്കും കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാന്ന് വെച്ചെങ്കിൽ ഇതിൽ എരിവൊക്കെ ഒന്ന് കുറച്ചിട്ട് വേണം കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. പിന്നെ ഒരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നും ഈ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഇനി ഇത് ഫ്രൈ ആക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഓയിൽ നന്നായി ചൂടായി വരണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചൂടായി വരണം. എന്നിട്ട് ഇതിലേക്ക് ഈ ഷേപ്പാക്കിയ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഒരു ഭാഗം ബ്രൗൺ കളറായി വരുമ്പോൾ മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ബ്രൗൺ കളറായി എടുക്കുക. കട്ട്ലേറ്റ് കരിയാൻ പാടില്ല, കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല. ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഓരോന്നും ഓയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇടിച്ചക്കയുടെ സീസൺ സമയത്ത് ഇതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിച്ച് നോക്കിയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഉണ്ടാക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.